ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവുപോരായേ, എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവുപോരായേ, എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു കൊച്ചു ധ്യാനചിന്ത നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ എടുത്ത ഭാഗം എന്ന് പറയുന്നത് പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതൊന്ന് ഞാൻ എടുത്ത് വായിക്കാം. പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പ്രൈസ് ലോർഡ്. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്കോടി പത്രോസ് പടിപുരയ്ക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. പ്രൈസ് ലോർഡ്. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നുവെന്ന് അവർ പറഞ്ഞു. പ്രൈസ് ലോർഡ്. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവൻ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവൻ മിണ്ടാതിരിപ്പാൻ
അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച് വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. പ്രൈസ് ലോർഡ്. ഇതിൽ നിന്ന് കിട്ടിയ ചില ദൂതുകളാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ മോർണിംഗ് മെഡിറ്റേഷൻ നടത്തുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി വരുമ്പോൾ നമ്മൾ അത് മറുപടിയായിട്ട് പോലും നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പത്രോസിൻ്റെ കാര്യത്തിൽ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവനൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ദൈവം വിടുവിക്കുവാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യാക്കോബിനെ കൊന്നുവെന്ന് കേട്ടപ്പോൾ അത് യഹൂദന്മാർക്കെല്ലാം വളരെ സന്തോഷമായെന്നറിഞ്ഞപ്പോൾ പത്രോസിനെയും കൊല്ലുവാൻ വേണ്ടി 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങിയായിരുന്നു. ആ സമയത്താണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. അവനെ തൊട്ടപ്പോൾ തന്നെ അവൻ്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണു. അവനോട് ചെരുപ്പിടാൻ പറയുന്നു. ദൂതൻ തന്നെ അവനെ 1-ാം കാവലും 2-ാം കാവലും എല്ലാം കഴിഞ്ഞ് പട്ടണത്തിലെ ഇരുമ്പുവാതിൽ സ്വതവേ തുറന്ന് ഇപ്പോൾ മറിയയുടെ ഭവനത്തിൽ പത്രോസ് എത്തുകയാണ്. പ്രൈസ് ലോർഡ്. പത്രോസ് വന്ന് പടിപ്പുര വാതിലുകൾ മുട്ടുകയാണിങ്ങനെ. മുട്ടിയപ്പോൾ രോധ എന്ന് പറയുന്ന സഹോദരി ഓടിച്ചെന്ന് കതക് തുറക്കുവാൻ നോക്കി. എന്നാൽ പത്രോസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ കതക് തുറക്കുവാൻ പോലും മറന്നുപോയിട്ട് അവൾ സന്തോഷത്താൽ ഓടിച്ചെന്ന് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരോട് പറയുകയാണ് പത്രോസ് പടിപ്പുര വാതിൽക്കൽ വന്നിട്ടുണ്ടെന്ന്. എന്നാൽ അവിടെ ഇരുന്നവരാരും അത് വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു നിനക്ക് ഭ്രാന്തുണ്ടെന്ന്. പ്രൈസ് ലോർഡ്. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ പല പ്രിയപ്പെട്ടവരും പ്രൈസ് ലോർഡ് വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും അവർക്ക് വിശ്വാസമില്ല. പ്രൈസ് ലോർഡ്. വിശ്വാസം അത് പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് വരുമ്പോൾ അത് ദൈവം മറുപടി തന്നു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ഇവിടെ രോധ സന്തോഷത്താൽ അവൾ നിറയുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷയുടെ സന്തോഷം ദൈവം നമുക്ക് നൽകി തരികയാണ്. പ്രൈസ് ലോർഡ്. രക്ഷ ഒരു പാക്കേജാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എല്ലാം ഉണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം അവളുടെ ആ സന്തോഷമാണ് അവളുടെ കഷ്ടതയിൽ, ആ പ്രതികൂല അവസ്ഥയിൽ അവളെ നിലനിർത്തിയത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ജസ്റ്റ് ആസ് റോദാസ് ഗ്ലാഡ്നസ് സസ്റ്റെയിൻഡ് ഹർ ഹാഡ് വൺ ലൈഫ് ബിക്കെയിം പെയിൻഫുൾ, സോ ദ ജോയ് ഓഫ് ക്രൈസ്റ്റ് സസ്റ്റെയിൻ യു വെൻ ദ ഫ്യൂച്ചർ ലുക്സ് ഇമ്പോസിബിൾ. നാളത്തെപ്പറ്റി നമുക്കറിയത്തില്ല. നമ്മൾ എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നമ്മളെ നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദ ഡിലൈറ്റ് ഓഫ് യുവർ സാൽവേഷൻ ഹെൽപ്പ് യു എൻഡ്യൂർ വെൻ ഡിസപ്പോയിൻമെൻറ്റ്സ് ആൻഡ് ഡിഫിക്കൽട്ട് ഇഷ്യൂസ് അസെയിൽ യു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യാഹിലെ സന്തോഷമാണ് നമ്മുടെ ബലം. പ്രൈസ് ലോർഡ്. നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കരുത് നമ്മുടെ സന്തോഷം. നമുക്ക് ക്രിസ്തു എന്ന ആ നങ്കൂരം അല്ലേ അത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയിൽ നമുക്ക് സന്തോഷം വേണം, പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസം വേണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കൊണ്ടുവരുമ്പോൾ നമ്മളവിടെ കാണണം, നമ്മളതിനെ സന്തോഷത്തോടെ സ്വീകരിക്കണം, നമ്മളത് വിശ്വസിക്കണം. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഒരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഈ കൊച്ചു മെഡിറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കുമായ സ്തോത്രം. കർത്താവെ, നാളത്തെ പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും എല്ലാം അറിയാവുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. യാഹിലെ സന്തോഷം ഞങ്ങളുടെ ബലമാണ്. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ നീ രക്ഷിച്ചതിനായ സ്തോത്രം. ആ രക്ഷയുടെ പാക്കറ്റിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം അവസാനം വരെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഉണ്ടായിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തൽക്കാലം സന്തോഷകരമായൊരു ദിവസം തരണം. ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കും കർത്താവേടിൻ്റെ കൂടെ ഈ സമയത്ത് കർത്താവ് മെഡിറ്റേഷനിൽ ഒരുമിച്ചായിരിക്കാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം. പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.